അപ്പൊ നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഇനി ആ കഅബയിലേക്ക്, മക്കയിലേക്ക് പൈസ ഉണ്ടായാൽ, കഴിവുണ്ടായാൽ, ശരീരം കൊണ്ട് കഴിവുണ്ട്, വരാൻ പൈസ ഉണ്ടെങ്കിൽ, വഴിയിൽ തടസ്സമൊന്നും നിങ്ങൾക്കില്ലെങ്കിൽ, നിങ്ങൾ ആദ്യം വരേണ്ടത് എൻ്റെ മക്കയിലേക്കാണ്. കാരണം അവിടെ നിങ്ങൾക്ക് കാണാനുള്ളത് മുഴുവനും എന്നാ പറഞ്ഞത്. നിങ്ങൾ ഹജ്ജിന് വേണ്ടി അങ്ങോട്ട് വരേണ്ടത് ഖുർആൻ പറയുന്നു, ശവ്വാൽ 1 മുതൽ ദുൽഹജ്ജ് 10 ദിവസത്തിന്റെ ഉള്ളിലാണ് നിങ്ങൾ അങ്ങോട്ട് വരേണ്ടത്. എന്ന് പറഞ്ഞാൽ ശവ്വാൽ 1 മുതൽ ദുൽഹജ്ജ് 10 വരെയാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പുറപ്പെടേണ്ട ദിവസം. ചെറിയ പെരുന്നാൾ മുതൽ വലിയ പെരുന്നാൾ വരെ. ചെറിയ പെരുന്നാൾ ശവ്വാൽ 1-നാണ്. അന്ന് ഖതീബ് ഖുത്ബ പ്രഭാഷണത്തിൽ പെരുന്നാളിന്റെ അന്ന് മിമ്പറിൽ കയറിയിട്ട് നമ്മളോട് പറയുന്നത്, നോമ്പ് അവസാനിക്കുകയും ഹജ്ജിന്റെ മാസം തുടങ്ങുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഖുത്ബ ആരംഭിക്കുന്നത്. അപ്പൊ ചെറിയ പെരുന്നാളിന്റെ അന്ന് ഹജ്ജിന്റെ സമയം തുടങ്ങി, ഹജ്ജിന്റെ മാസം തുടങ്ങി. ശവ്വാൽ 1 മുതൽ ദുൽഹജ്ജ് 10ന്റെ ഉള്ളിലാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട സമയം. കാലമാണ്. ഉംറയ്ക്ക് എപ്പോഴും നമുക്ക് പോകാം. 5 ദിവസം മാത്രമേ ഉംറ ചെയ്യാൻ പറ്റാത്തുള്ളൂ. ദുൽഹജ്ജ് 9, 10, 11, 12, 13 ഈ 5 ദിവസങ്ങൾ അല്ലാത്ത എല്ലാ കാലത്തും ഏത് ദിവസവും ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാം, ഉംറ ചെയ്യാം. ഇനി നിങ്ങൾ എൻ്റെ കഅബയിലേക്ക് വരുമ്പോൾ എങ്ങനെ വരണ്ട് എന്നാണ് പറയുന്നത്. നല്ല ഒരു കാര്യത്തിനായതുകൊണ്ട് ഒരു കൂടിയാലോചന നടത്തണം. അപ്പൊ മുശാവറ നടത്തി, ഇസ്തിഖാറ നടത്തി, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നിഷ്കളങ്കമായ ഒരു തൗബയാണ്. നിഷ്കളങ്കമായ തൗബ. തൗബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഖേദം എന്നാണ്. കുറെ പറയുന്നതിന് തൗബ എന്ന് പറയില്ല. ഒരാളിപ്പോ കുറെ തൗബ ചൊല്ലിത്തന്നു, ഞാൻ അതിങ്ങനെ പറഞ്ഞു. ശരിക്കും അതല്ല തൗബ. തൗബ എന്ന് പറഞ്ഞാൽ അന്നദം, അത് ഖേദമാണ്. മനസ്സുകൊണ്ട് ഖേദിക്കുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്. ഒരു നിമിഷത്തെ ഖേദം കൊണ്ട് 40 വർഷത്തെ തെറ്റ് അള്ളാഹു പുറത്തു കൊടുത്തു. മൂസാ നബിന്റെ കാലത്ത്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വെള്ളമില്ലാതെ വന്നു, മഴയില്ലാതെ വന്നു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിനോടൊന്ന് തൗബ ചെയ്ത് മടങ്ങി നമുക്കൊന്ന് ദുആ ചെയ്യാനാണ്, മഴയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഒന്ന് റെഡിയായി വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ജനങ്ങളെല്ലാവരും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ചിറകടിച്ച് പറന്നെത്തിക്കൊണ്ട് പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങൾ ദുആ ചെയ്താൽ മഴ തരണമെങ്കിൽ നിങ്ങളുടെ ഈ സദസ്സിലിരിക്കുന്ന, നിങ്ങളെ മുന്നിലിരിക്കുന്ന ഒരാളുണ്ട്. അയാൾ 40 വർഷമായിട്ട് തെറ്റ് ചെയ്യുന്ന ആളാണ്. അയാളോടൊന്ന് എഴുന്നേറ്റ് പോകാൻ പറയും, എന്നാലേ നിങ്ങൾ ദുആ ചെയ്താൽ മഴ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, 40 വർഷമായി തെറ്റ് ചെയ്യുന്ന ഒരാൾ ഈ സദസ്സിലുണ്ട്, അയാളൊന്ന് എഴുന്നേറ്റ് പോകണം, എന്നാലേ മഴ കിട്ടുള്ളൂ, എന്നാലേ ദുആ സ്വീകരിക്കുള്ളൂ. അയാൾ 4 പാടും നോക്കി, ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അയാൾ തന്നെയാണ്. അയാൾ രണ്ടാമതും മൂസാ നബി പറഞ്ഞു, അയാൾ എഴുന്നേറ്റ് പോകണം, എന്നാലേ മഴ കിട്ടുള്ളൂ. അപ്പൊ അയാൾ 4 പാടും നോക്കി, മറ്റാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അയാൾക്ക് ബോധ്യായി, ഇത് ഞാൻ തന്നെയാണ്. അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു, പടച്ചോനെ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ ഈ രാജ്യത്തുള്ള എല്ലാ ആളുകളും അറിയൂലേ ഞാൻ 40 വർഷമായി തെറ്റ് ചെയ്യുന്ന ആളാണ്? പോയിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ മഴ നീ തടയുകയും ചെയ്യും. അതുകൊണ്ട് അല്ലാഹുവേ, ഞാൻ തന്നെയാണ് നിന്റെ അടിമകളിൽ 40 വർഷമായി തെറ്റ് ചെയ്യുന്ന പാപി ഞാനാണ്. റഹ്മാനായ അല്ലാഹുവേ, ഞാനിതാ നിന്നോട് ഖേദിക്കുന്നു. ഞാൻ നിന്നോടൊരു ഖേദപ്രകടനം നടത്തുന്നു ആ തെറ്റിനെ കുറിച്ച്. 40 വർഷമായി ഞാൻ ചെയ്ത തെറ്റിൽ ഞാൻ ഖേദിച്ചു മടങ്ങുന്നു അല്ലാഹുവേ. ഒരു നിമിഷം ഹൃദയം കൊണ്ടൊന്ന് ഖേദിച്ചു, ചുണ്ടനങ്ങിയിട്ടില്ല. ഒരു സെക്കൻഡ് ഒരു ഖേദപ്രകടനം നടത്തി. ഗൗരവമാണ് മൂസാ നബി അലൈഹിസ്സലാം. ഗൗരവത്തോടുകൂടി 3-ാം പ്രാവശ്യവും മൂസാ നബി അലൈഹിസ്സലാം പറയാൻ തുടങ്ങി, ഈ സദസ്സിൽ ഇരിക്കുന്ന 40 വർഷമായി തെറ്റ് ചെയ്യുന്ന ആൾ എഴുന്നേറ്റ് പോകണം. അത് പറയാൻ പോകുമ്പോൾ
ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും ചിറകടിച്ച് പറന്നെത്തി. മൂസാ നബിയെ, ഇനി മഴ പിടിച്ചോളൂ, അദ്ദേഹത്തോട് ഇനി എഴുന്നേറ്റ് പോകാൻ പറയണ്ട, അദ്ദേഹത്തിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് മഴ ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് ഞാൻ എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തിയത്. 40 വർഷത്തെ തെറ്റ് അല്ലാഹു പുറത്തു കൊടുത്തത് ഒരു നിമിഷം കൊണ്ടുള്ള ഖേദപ്രകടനമാണ്. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. അങ്ങനെ ആ തൗബ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ തൃപ്തി വാങ്ങലാണ്. ഒരാൾക്ക് 2 മാതാവും പിതാവും ഉണ്ട്, അതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്ന് നിങ്ങളുടെ ജന്മത്തിനും ജീവിതത്തിനും കാരണക്കാരായ ഉമ്മയും ഉപ്പയുമാണ്. മറ്റൊന്ന് നിങ്ങളുടെ ഭാര്യയുടെ ഉമ്മയും ഉപ്പയും. ഉപ്പാന്റെയും ഉമ്മാന്റെയും തൃപ്തി വാങ്ങണം. മരിച്ചു പോയവരാണെങ്കിൽ അവരുടെ ഖബറിന്റെ അരികിൽ പോയിരുന്നു കൊണ്ട് മനമൊരുകിക്കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് ദുആ ചെയ്യണം. അവർക്ക് വേണ്ടി ഖുർആൻ ഓതുകയും സദഖ ചെയ്യുകയും ചെയ്യണം. അവർ ഉണ്ടാക്കിയ സ്ഥലത്തിലാണ് നാം വീടുണ്ടാക്കിയത്. അവർ നമുക്ക് എന്തേ ഉണ്ടാക്കി തന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. മാതാപിതാക്കൾ നമുക്കുണ്ടാക്കി തന്നത് ഒരു അഡ്രസ്സാണ്. നമുക്കൊരു അഡ്രസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉമ്മയും ഉപ്പയും തന്ന അഡ്രസ്സാണ്. അതുകൊണ്ട് ആദ്യമായി യാത്ര ചോദിക്കേണ്ടത് ഉമ്മയോടും ഉപ്പയോടുമാണ്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ കൈപിടിച്ചുകൊണ്ട് യാത്ര ചോദിക്കണം, തൃപ്തി വാങ്ങണം. സ്ത്രീകളാണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടും സദഖ ചെയ്തുകൊണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റൊരു മാതാപിതാക്കളാണ് വിവാഹ ബന്ധത്തിലൂടെയുള്ള മാതാപിതാക്കൾ. അത് ഏറെ പ്രധാനമാണ്. പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഓർമ്മപ്പെടുത്താനുള്ളത്, മോളെ, നിനക്കും 2 ഉമ്മയും ഉപ്പയുമുണ്ട്. ഒന്ന് നിന്റെ ജന്മത്തിനും ജീവിതത്തിനും കാരണമായവർ, മറ്റൊന്നാരാണെന്നറിയുമോ? നിന്റെ ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയുമാണ്. വിവാഹ ദിവസം നീ ആദ്യമായി മണവാട്ടിയായി പുതുനാരിയായി കയറി ചെന്നപ്പോൾ ആ വീട്ടിൽ 2 പ്രായമായവരെ നീ കണ്ടിട്ടില്ലേ? അവരാരാണെന്നറിയുമോ? ഒരു നല്ല ഒരു ചെറുപ്പക്കാരനെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം നൽകി നിനക്ക് ഭർത്താവായി ഏൽപ്പിച്ചു തന്നത് ആ ഉമ്മയും ഉപ്പയുമാണ്. പിന്നെ എന്റെ സഹോദരിമാർ ഓർമ്മപ്പെടുത്താനുള്ളത്, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തൃപ്തി ഹജ്ജിന് പുറപ്പെടുമ്പോൾ വാങ്ങണം. സ്വർഗം വാങ്ങാൻ അള്ളാഹു ഒരു ചാൻസ് തരുന്നതാണ് ഹജ്ജ്. അതുകൊണ്ട് ഭാര്യ ഭർത്താവിന്റെ തൃപ്തി വാങ്ങണം, ഭർത്താവ് ഭാര്യയുടെ തൃപ്തി വാങ്ങണം. ഇതൊക്കെ ഹജ്ജിന് പോകുമ്പോഴേ അതൊക്കെ ഒരു അവസരം ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഭാര്യയാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞാൽ മാതാപിതാക്കളെ 2ാം സ്ഥാനത്താണ്. ഒരു പെൺകുട്ടി വിവാഹം ചെയ്യുന്നതോടുകൂടി മാതാപിതാക്കളെ 2ാം സ്ഥാനത്തേക്ക് മാറുന്നു. 1ാം സ്ഥാനത്തേക്ക് ഭർത്താവ് കടന്നു വരുന്നു. അതുകൊണ്ട് മോളെ, നീ ഹജ്ജിന് പുറപ്പെടുമ്പോൾ ആദ്യമായി തൃപ്തി വാങ്ങുന്നത് ഭർത്താവിന്റെയാണ്. രാത്രി ആരുമില്ലാത്ത സമയം വാതിലടച്ചു ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയണം, എന്റെ എല്ലാ വിജയത്തിന്റെ നിദാനവും നിങ്ങളാണെന്ന്, എന്റെ എല്ലാ സൗഭാഗ്യവും നിങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ കഴിവുകെട്ട ഒരു പെണ്ണായിരുന്നു. ഞാൻ എന്റെ റബ്ബിലേക്ക് യാത്രയാകുന്നു. കഅബയിലേക്കുള്ള യാത്ര അല്ലാഹുവിലേക്കുള്ള യാത്രയാണ്. എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എന്റെ റബ്ബിലേക്ക് സ്നേഹത്തോടെ നോക്കണമെങ്കിൽ നിങ്ങളുടെ തൃപ്തി എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ എന്നെ തൊട്ട് പൂർണ്ണമായും തൃപ്തിപ്പെട്ടവളല്ലേ? ആദ്യമായി ഞാൻ കഴിവുകെട്ട ഒരു പെണ്ണാണെന്ന് പറഞ്ഞത് ആരാണെന്നറിയുമോ? റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. 4 സ്ത്രീകൾ മാത്രമാണ് പരിശുദ്ധി എത്തിച്ച, പരിപൂർണത എത്തിച്ചിട്ടുള്ളത്. ഒന്നാമത്തതാരാണ്? അത് ഖദീജ ബിൻത് ഖുവൈലിദാണ്. അവർ ദുനിയാവിൽ എന്റെ ഭാര്യയാണ്, ആഖിറത്തിലും എന്റെ ഭാര്യയാണ്.
രണ്ടാമത്തതാരാണ്? ഫാത്തിമ ബിൻത് മുഹമ്മദാണ്. അതെന്റെ പ്രിയപ്പെട്ട മകളാണ്. പിന്നെ ആസിയ ബിൻത് മുസാഹിമാണ്. അത് ആഖിറത്തിൽ റബ്ബ് എനിക്ക് വിവാഹം ചെയ്തു തരുന്നവളാണ്. പിന്നെ മറിയം ബിൻത് ഇമ്രാനാണ്. അതും ആഖിറത്തിൽ റബ്ബ് എനിക്ക് വിവാഹം ചെയ്തു തരുന്നവരാണ് എന്ന്. അതുകൊണ്ട് എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ തൊട്ട് പൂർണ്ണമായും തൃപ്തിപ്പെട്ടവളല്ലേ? നിങ്ങൾ തൃപ്തിപ്പെട്ടവളാണെങ്കിൽ എന്റെ റബ്ബിലേക്ക് നോക്കുകയുള്ളൂ. അതുകൊണ്ട് ഹജ്ജിന് പുറപ്പെടുന്ന എന്റെ പൊന്നു സഹോദരി, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരുമില്ലാത്ത സമയത്ത് നിന്റെ ജീവിതത്തിന് അർത്ഥവും ഭാവവും പകർന്നു നൽകിയ സ്നേഹനിധിയായ ഭർത്താവിന്റെ കൈപിടിച്ചുകൊണ്ട് നീ പറയണം, നിങ്ങൾ എന്നെ തൊട്ട് പൂർണ്ണമായും തൃപ്തിപ്പെട്ടവരല്ലേ എന്ന്. ഭർത്താവിന്റെ തൃപ്തിയാണ് ഏറെ പ്രധാനം. ഭാര്യ അത് ചോദിച്ചു കഴിഞ്ഞാൽ നിറഞ്ഞ കണ്ണുകളോടെ ഭർത്താവ് തിരിച്ചു പറയണം, ഞാൻ നിന്നെ തൊട്ട് പൂർണ്ണമായും തൃപ്തിപ്പെട്ടവളാണ്. ഭർത്താവ് ചോദിക്കണം, നീ എന്നെ തൊട്ട് പൂർണ്ണമായും തൃപ്തിപ്പെട്ടവളല്ലേ? നാളെ റബ്ബിന്റെ കോടതിയിൽ എന്റെ റബ്ബിനോട് വിചാരണ ചെയ്യുമ്പോൾ ഒരു ഭാര്യയോടുള്ള എല്ലാ കടമകളും നിർവഹിച്ചു തരാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്റെ ഹബീബ് ഒരുപാട് കാര്യം എന്നോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്ന് നിർത്തുമ്പോൾ നിനക്ക് ചെയ്തു തരേണ്ട എല്ലാ കടമകളും ചെയ്തു തരാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മോളെ, നീ എന്നെ തൊട്ട് പൂർണ്ണമായും തൃപ്തിപ്പെട്ടവനല്ലേ? ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, മനസ്സുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും തൃപ്തി വാങ്ങണം. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കണം. അതുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഹജ്ജിന്റെ അമലുകൾ വളരെ എളുപ്പമാണ്. പക്ഷേ ആ ഹജ്ജിന് പുറപ്പെടാനാണ് പ്രയാസം. ഹജ്ജിന്റെ പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ജീവിതം റെയിലിൽ കയറ്റണം. എന്നിട്ടായിരിക്കണം ഹജ്ജിന്റെ പുറപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, പിന്നെ ജീവിതത്തില് നിങ്ങളുടെ അയൽവാസികള്, അതുപോലെ തന്നെ അമ്മായിമ്മ, മരുമകള്, പോകുന്നതിന് മുമ്പേ ഉപ്പ ഉമ്മ എല്ലാവരെയും ഒന്ന് അടുത്ത് വിളിച്ചിട്ട് ഉപ്പയും ഉമ്മയും പറയണം, ഞങ്ങൾ അള്ളാഹുവിലേക്ക് യാത്രയായാണ്. നിങ്ങളോട് ഒരുപാട് വസീയത്തുകൾ നൽകാനുണ്ട്. ആദ്യം അവരോട് വസീയത്തുകൾ നൽകണം. അപ്പൊ നിങ്ങൾ ഹജ്ജിന് പോകുന്നതിന്റെ മുമ്പ് വീട്ടിൽ നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ട മക്കളും മരുമക്കളും ഒക്കെ കൂടിയിട്ടൊരു വസീയത്ത് പറയണം. അപ്പോ ഉപ്പ പറയണം, മരുമകളോടും കുട്ടികളോടും മക്കളോടൊക്കെ പറയണം, മക്കൾ നമ്മുടെ മക്കളാണെങ്കിലും അവർ അള്ളാഹുവിന്റെ അടിമകളാണ്. അതുകൊണ്ട് അവരോട് പറയണം, ഉപ്പ പലപ്പോഴും ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഉപ്പ പലപ്പോഴും നിങ്ങളെ അടിച്ചിട്ടുണ്ടാവും, ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, ഒക്കെ ഉപ്പ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുപോലെ ഉമ്മ പറയണം, ഉമ്മ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഉമ്മ പലപ്പോഴും ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, അതൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോ ഹജ്ജിന് പോവുകയാണ്, നിങ്ങളെ മനസ്സിൽ ആർക്കും ഒരു വിഷമം പരസ്പരം ഉണ്ടാവരുത്. അഥവാ നമ്മൾ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിലേക്കാണ് യാത്രയാകുക. അഥവാ നമ്മൾ തിരിച്ചു വന്നില്ലെങ്കിലും നമ്മൾ ഈ ചെയ്ത വസീയത്തുകൾ എക്കാലത്തും ആ കുട്ടികൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. നേരത്തെ ഉണരണം. സുബ്ഹിക്ക് മുമ്പേ ഉപ്പ പോയാലും ഉമ്മ പോയാലും സുബ്ഹിക്ക് മുമ്പേ ഉണരണം കേട്ടോ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ നല്ല വസീയത്തുകൾ നമ്മൾ കൊടുക്കണം പോകുന്നതിന്റെ മുമ്പ്. അങ്ങനെ നിങ്ങൾ അയൽവാസികളൊക്കെ കണ്ട് തൃപ്തി വാങ്ങണം. പിന്നെ ഉമ്മാടി ഉപ്പാടി കൂട്ടുകാരികള് കൂട്ടുകാരന്മാർ അവരെയൊക്കെ ഒന്ന് പോയി കാണണം. നിങ്ങളെ ഉപ്പ ജീവിച്ചിരിപ്പില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ആലോചിക്കണം, എൻ്റെ ഉപ്പാന്റെ കൂട്ടുകാരാരൊക്കെയാണുള്ളത്, എൻ്റെ ഉപ്പാക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? അത് മുഅ്മിനായാലും മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും പോയി കാണാം. അപ്പൊ നിങ്ങളെ ഉപ്പാന്റെ ഒരു സുഹൃത്തുണ്ട്, മുസ്ലിം ഒന്നും അല്ല, എന്നാലും നിങ്ങൾ പോയി കാണണം.
പോകുമ്പോ എന്തെങ്കിലും ഒരു ഹദിയ, ഒരു സമ്മാനം കൊണ്ടുപോകണം. എന്നിട്ട് അവരോട് പറയണം, എൻ്റെ ഉപ്പാന്റെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു നിങ്ങൾ. ഞാൻ ഹജ്ജിന് പോകാണ്, യാത്ര ചോദിക്കാൻ എൻ്റെ ഉപ്പയില്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് വരുമ്പോ തന്റെ ഉപ്പാന്റെ കൂട്ടുകാരെ കണ്ടാൽ വാഹനപ്പുറത്ത് വേഗം ചാടി ഇറങ്ങി തന്റെ ഷാള് വിരിച്ച് അതിലിരുത്തുമായിരുന്നു. അപ്പൊ അങ്ങനെ ഉപ്പാന്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് പോയി കാണുക, അവരെയൊക്കെ സന്തോഷിപ്പിക്കുക. അതുപോലെ ഉമ്മയില്ലെങ്കിൽ ഉമ്മാന്റെ കൂട്ടുകാര്, ഉമ്മാന്റെ അനുജത്തി, ജ്യേഷ്ഠത്തി, ഉപ്പാന്റെ അനുജൻ, ജ്യേഷ്ഠൻ, അതൊക്കെ ഉപ്പാനോടുള്ള അതേ കടമ നമുക്ക് അവരോടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഈ ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പേ അവരെ എല്ലാവരും ഒക്കെ ഒന്ന് നേരിട്ട് പോയി കാണുക. അവർ ദൂരെയാണെങ്കിൽ അവർക്കൊന്ന് ഫോൺ ചെയ്യാം. എന്നിട്ട് അവരോട് പറയാം, ഹജ്ജിന് പോവുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയാം. നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയാം. അവർ നമ്മളോട് ഇങ്ങോട്ടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും. യാത്ര പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കാണലാണ് സുന്നത്ത്. യാത്ര പുറപ്പെടുമ്പോൾ അവരെ അങ്ങോട്ട് പോയി കാണലാണ് സുന്നത്ത്. നമ്മൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ നമ്മളെ എല്ലാവരും ഇങ്ങോട്ട് വന്ന് കാണലാണ് സുന്നത്ത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും യാത്ര ചോദിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ തീരെ നമ്മൾ ബന്ധപ്പെടാതിരിക്കുന്ന കുടുംബങ്ങളുണ്ടാവും. അതായത് നമ്മളോട് ഒത്തു നിൽക്കുന്ന ആളുകളോട് നമ്മൾ എപ്പോഴും പല ആവശ്യങ്ങൾക്കും ബന്ധപ്പെടേണ്ടി വരും. പക്ഷെ താഴെയുള്ള ആളുകളുമായി നമ്മൾ അടുത്ത കുടുംബമായിരിക്കും, പക്ഷെ അവരെ എപ്പോഴും ബന്ധപ്പെടേണ്ട ആവശ്യം വരാത്തതുകൊണ്ട് എപ്പോഴും ബന്ധപ്പെടുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ആദ്യം അവരെയാണ് കാണേണ്ടത്. അവരടുത്തേക്ക് പോകുമ്പോൾ കുട്ടികളെയും കൂട്ടി പോകണം, കുട്ടികളെയും കൂട്ടിക്കൊണ്ടു പോകണം. നമ്മൾ തിരിച്ചെത്തിയില്ലെങ്കിലും ആ ബന്ധങ്ങളൊക്കെ നാളെ നമ്മളിലൂടെ അവർ ഓർക്കണം. ഞാൻ മരിച്ചാൽ എങ്ങനെയാണ് എൻ്റെ കുടുംബം എൻ്റെ ഓർമ്മ നിലനിർത്തേണ്ടത്? ഞാൻ സ്നേഹിച്ചിരുന്നവരെ എൻ്റെ കുടുംബം സ്നേഹിക്കാം. ഞാൻ ആരെയൊക്കെ സഹായിച്ചിരുന്നു അവരെ എൻ്റെ കുടുംബം സഹായിക്കാം. ഞാൻ ആരോടൊക്കെ ബന്ധം പുലർത്തിയിരുന്നു അവരോടൊക്കെ ബന്ധം പുലർത്താം. അങ്ങനെയാണ് ഉപ്പാന്റെ ഓർമ്മ മക്കൾ നിലനിർത്തേണ്ടത്. അപ്പോ കുട്ടികളെയും കൂട്ടിപ്പോയി അവരെയൊക്കെ കണ്ട് അവരുടെയൊക്കെ സമ്മതം വാങ്ങി യാത്ര ചോദിക്കാം. നമ്മൾ ജീവിതത്തിൽ കച്ചവടത്തിലോ അതല്ലെങ്കിൽ ജീവിതത്തിലോ മറ്റ് ഇടപാടുകളോ ഒക്കെ നടത്തിയ ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിളിക്കുകയോ കാണുകയൊക്കെ ചെയ്യണം. എന്നിട്ട് അവരോട് പൊരുത്തപ്പെടിയിക്കണം. ഇനി ചില ആളുകളെ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടാവും, അവരവകാശികളും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് മനസ്സിലേക്ക് ഇങ്ങനെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ അറിയോ? അവരെ പേരിൽ സ്വതക്ക ചെയ്തിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പൊ നമ്മൾ പഴയകാലത്തെ ബിസിനസ്സിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ചില്ലറ കൊടുക്കാണ്ടാവും, അവരൊന്നും കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ നമ്മൾ അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്തിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതാണ് ചെയ്യാൻ. അങ്ങനെ നിങ്ങൾ എല്ലാവരും തൃപ്തിയും സമ്മതവും ഒക്കെ വാങ്ങി. അത് വാങ്ങിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് പുറപ്പെടാം ഹജ്ജിന്. പോകുമ്പോൾ എന്താണ് കൊണ്ടുപോകേണ്ടത്, എന്താണ് കൊണ്ടുപോകാൻ പാടില്ലാത്തതെന്നാണ് പറയുന്നത്. അൽ ഹജ്ജ് അശ്ഹുറും മഅലൂമാത്ത്. പോകേണ്ട സമയം പറഞ്ഞു. ദുൽഹജ്ജ് ശവ്വാൽ 1 മുതൽ ദുൽഹജ്ജ് 10 വരെയാണ് സമയം. ഉംറ ചെയ്യാൻ പാടില്ലാത്ത 5 ദിവസം ഏതാണ്? 9, 10, 11, 12, 13. ബാക്കി എല്ലാ സമയത്തും ഏത് ചെയ്യാം? പിന്നെ കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങൾ ഖുർആൻ പറയുന്നത് ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല. പോകുമ്പോ നിങ്ങൾ ഈ 3 എണ്ണം കൊണ്ടുപോകാൻ പാടില്ല. കൊണ്ടുപോകാൻ പാടില്ലാത്തെന്ന് പറഞ്ഞ് ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല. ഹജ്ജിന് പോകുമ്പോ ഫലാ റഫസ, അതായത് സ്ത്രീ പുരുഷ ബന്ധം, വൈവാഹിക ബന്ധത്തിൽ റഫസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഇഹ്റാം ചെയ്താൽ ഹറാമായ കാര്യങ്ങളും ചെയ്യാൻ പാടില്ല.
പിന്നെ വലാ ജിദാല, തർക്കം ഉണ്ടാകാൻ പാടില്ല. ഈ മൂന്നും നിങ്ങളിൽ ഉണ്ടാകരുത്. അപ്പൊ അതുകൊണ്ട് ആദ്യം എന്നോടും രണ്ടാമത് നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഏത് കാര്യത്തിലാണെങ്കിലും തർക്കിക്കാതിരിക്കുക. മിനയിൽ വെച്ചിട്ട് ശംസുൽ ഉലമയോട് ആരോ അങ്ങനെ സംശയം ചോദിക്കാൻ വേണ്ടി തർക്കിക്കാൻ ചെന്നപ്പോ ശംസുൽ ഉലമ പറഞ്ഞു, ഇത് മിനയാണ്, എനിക്കറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. അവിടെ എന്ത് വേണ്ട? തർക്കം. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, നമ്മളെ ഇബ്ലീസ് നമ്മളെ തോന്നിപ്പിക്കുക എന്താണെന്നറിയോ? ഒരു നല്ല കാര്യത്തിനല്ലേ നീ തർക്കിച്ചോ, നിന്റെ അടുത്തല്ലേ വാദം ശരി, നീ എന്ത് ചെയ്തോ ഇങ്ങനെ പറഞ്ഞു. അത് ഓരോ ആളുകളെയും ഓരോ രീതിയിലാണ് പിശാച് പിടികൂടുക. അത് അവനറിയാം എങ്ങനെ പിടിക്കണം, ആരെ പിടിക്കണം, എങ്ങനെ പിടിക്കണം എന്നൊക്കെ. ഇപ്പൊ പ്രൈവറ്റിൽ ഹജ്ജിന് പോയ ആൾക്കാരാണെങ്കിൽ നീ പറഞ്ഞോ, നീ അതിനുള്ളത് കൊടുത്തിട്ടല്ലേ എന്ത് ചെയ്തിരിക്കണത് പോന്നിക്കണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനസ്സിൽ തോന്നും, അത് ശരിയാണല്ലോ, നീ പറഞ്ഞോ, നീ അതിനുള്ളത് കൊടുത്തു പോകുന്നതല്ലേ നീ പറഞ്ഞോ. ഇങ്ങനെ നമ്മളെ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിപ്പിച്ച് പിശാച് നമ്മളെ കൂടെ കൂടും. അപ്പം അതാണ് വലാ ജിദാല, ഒന്നിലും നിങ്ങൾ തർക്കിക്കരുത്. കൂടാതെ നമ്മുടെ ഈ സൗകര്യങ്ങളൊക്കെ മിനയിലും അറഫയിലും ഒക്കെ, മിനാ തമ്പിലൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ പടച്ചോനെ കരുതിയിലേറെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പോലും മനസ്സിൽ തോന്നരുത്. നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് പ്രധാനമായിട്ട് എനിക്ക് നിങ്ങളൊരു പോയിന്റ് പറയാനുള്ളതാണ്, നിങ്ങൾ അള്ളാഹുവിനോടുള്ള പ്രേമം കൊണ്ട് ചെയ്യുന്ന ഒരു ഇബാദത്താക്കി മാറ്റണം ഹജ്ജ്. ആ പ്രേമം അള്ളാഹുവിനോട് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമ്പോഴും പ്രയാസം നമുക്ക് തോന്നൂല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബലുന്നൂറിന്റെ ഉപരിതലത്തിലുള്ള ഹിറാ ഗുഹയിൽ പോയിരുന്നപ്പോ ഇന്നത്തെ പോലെ വിശാലമായ റോഡും സൗകര്യമൊന്നും ഇല്ലാത്ത സമയത്തും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഭക്ഷണപ്പൊതിയുമായി മുകളിലേക്ക് കയറി ചെന്നു. അതെന്താണ്? നബിയോടുള്ള ഇഷ്ടാണ്. ഒരാളോട് അമിതമായ സ്നേഹമുണ്ടായാൽ പിന്നെ മലകളൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ടാവണം. അപ്പൊ അതിലുണ്ടാകുന്ന ഉറക്കൊഴിക്കല്, ഇപ്പൊ നമ്മൾ അങ്ങേയറ്റം പ്രേമിക്കുന്ന ഒരാൾക്ക്, സ്നേഹിച്ചവർക്ക് അറിയാമത്, വിവാഹത്തിന് ശേഷം എല്ലാവരും സ്നേഹിക്കേണ്ടവരാണല്ലോ. അമിതമായി സ്നേഹിച്ച ഒരാളാണ്, ആ സ്നേഹിച്ച ആൾക്ക് വേണ്ടി ഉറക്കൊഴിച്ചാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല. ആ ആൾക്ക് വേണ്ടി എന്ത് പ്രയാസം സഹിച്ചാലും ക്ഷീണം ഉണ്ടാവില്ല. അയാളെ കുടുംബക്കാർക്ക് പൈസ നമ്മുടെയൊക്കെ അല്ലെങ്കിൽ എവിടുന്നാച്ചാ കടം വാങ്ങിക്കൊടുക്കും. ഇത് നമ്മുടെ ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഹജ്ജിന്റെ എല്ലാ അമലുകളും ഇബാദത്തുകളും നിങ്ങൾ അള്ളാഹുവിനോടുള്ള ഒരു അങ്ങേയറ്റത്തെ പ്രേമം കൊണ്ട് ഇഷ്ടകൊണ്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വെയിലും പ്രശ്നമല്ല, നടത്തവും പ്രശ്നമല്ല, ഭക്ഷണം കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല, ഒന്നുമില്ല. അപ്പൊ അതൊരു ആനന്ദമായി അനുഭവപ്പെടും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ ഹജ്ജിന് പുറപ്പെട്ട് തിരിച്ചെത്തുന്നത് വരെ നിങ്ങൾ തീരുമാനിച്ചു, ഞാൻ ആരോടും ദേഷ്യപ്പെടൂല, ഞാൻ ആരോടും തർക്കിക്കൂല, ഞാൻ ആരോടൊരു പരാതിയും പറയില്ല, ഞാൻ ആവശ്യത്തിനെ സംസാരിക്കുള്ളൂ എന്ന് തീരുമാനിച്ച് നിങ്ങൾ ഹജ്ജിന് പോയി 40 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ഇനി ഈ ലോകത്ത് ആരും നിങ്ങളെ തെറ്റിപ്പിക്കണം കരുതിയാലും എന്ത് ചെയ്യൂല, നടക്കൂല. നിങ്ങളെ സ്വഭാവമായി മാറും. പിന്നെ അത് നിങ്ങളുടെ സ്വഭാവമായിരിക്കുമെന്നാണ് പൂർണ്ണമായി. ദേഷ്യപ്പെടൂല ആരോടും നിങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അള്ളാഹിന്റെ ശിക്ഷയിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അത് അള്ളാഹുവിന്റെ കോപമാണ്. അള്ളാഹിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കണം, നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കണം. അപ്പൊ ഹജ്ജിന് പുറപ്പെട്ട അന്ന് മുതൽ നിങ്ങൾ ദേഷ്യപ്പെടൂല, തർക്കിക്കൂല, ആരോടും ആരെ കുറ്റവും പറയില്ല.
ആരോടും പരാതിയും പറയൂല എന്ന് തീരുമാനിച്ച് നിങ്ങൾ പൂർണ്ണമായും അനുസരിച്ച് തിരിച്ചെത്തിയാൽ പിന്നെ അത് മരണം വരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യും. അതാണ് ശരിക്കും കയൗമി വലദത്ത് ഉമ്മുഹു എന്ന് പറയുന്നത്. ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ, ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ, ഉമ്മ പ്രസവിച്ച ആ ദിവസത്തെ കുട്ടിയെപ്പോലെ എന്ന് പറയാൻ കാരണം, ഒരു കുട്ടി പ്രസവിച്ചു എന്ന് കേട്ടാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? ആ കുട്ടിയെ ഒന്ന് കാണാൻ പോകും. അങ്ങനെ നമ്മൾ ചെന്ന് കുട്ടിനെ കാണാൻ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. ടർക്കിയിൽ പൊതിഞ്ഞ ആ ചോര പൈതലിനെ നമ്മൾ നോക്കുമ്പോൾ വല്ലാത്തൊരു കൗതുകാണ് ആ കുട്ടിയെ കാണാൻ. എന്താണ് ആ കുട്ടിയിലുള്ളത്? ആ കുട്ടിയിൽ നമുക്കില്ലാത്ത ഒന്നുണ്ട്, നിഷ്കളങ്കമായ ഒരു ഹൃദയമുണ്ട്. അതാണ് ആ കുട്ടിയെ നമ്മളെല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്നത്. ഇതുപോലെയാണ് ഹജ്ജ് കഴിഞ്ഞ് വന്ന മുഅ്മിൻ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതാണ് നബി തങ്ങൾ പറഞ്ഞ് പ്രസവിച്ച ആ കുട്ടിയുടെ നൈർമല്യമാണ് ഹജ്ജ് ചെയ്തു വന്ന ആൾക്ക്.